വീട്ടിലെല്ലാവർക്കും ശ്രാദ്ധം നടത്താൻ ഒരു തീയതി കുറിക്കും. രണ്ടിലൊന്ന് ഇപ്പൊ തന്നെ തീരുമാനിക്കണം ദേവ. എന്ത് തീരുമാനിക്കണമെന്നാ ചേച്ചി? ഈ കുഞ്ഞ് ചേച്ചിയുടെ വയറ്റിലായിരുന്നെങ്കിൽ അപ്പ അറിഞ്ഞ ഈ വേദന എന്താന്ന്. ചേച്ചിയോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, എന്റെ കുഞ്ഞ് ശാപല്ല ചേച്ചി, വരാമെന്ന്. വളരെ പെട്ടെന്ന് അത് സത്യമാണെന്ന് നിങ്ങക്ക് മനസ്സിലാവും. ആഹാ, അതെപ്പോഴാണാവോ വൈദേഹി? ഞങ്ങളൊക്കെ മരിച്ചതിന് ശേഷോ? ആ കുഞ്ഞിന് വേണ്ടി നമ്മൾ എന്തിനു മരിക്കണം ചെറിയമ്മേ? അവരുമായിട്ട് നമ്മൾ എന്തെങ്കിലും ബന്ധം സ്ഥാപിച്ചാലല്ലേ ആ ശാപം നമ്മുടെ തലയിലാവൂ. നിങ്ങൾക്ക് കുഞ്ഞാണ് വലുത്. ഞങ്ങളെ ആരെയും കുറിച്ച് ഒരു ചിന്തയുമില്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ദേവാ. ഇന്ന് ഈ നിമിഷം തൊട്ട് നിനക്കും ഈ കുടുംബത്തിനും യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. അമ്മ തന്നെ പറഞ്ഞു കൊടുക്ക്. ബന്ധം കൂടിക്കൊണ്ട് മരണം വിളിച്ചു വരുത്തുന്നതിനേക്കാളും ഇവരെ അങ്ങ് കൈയൊഴിയുന്നതല്ലേ നല്ലത്. അമ്മ തന്നെ പറയേ. അമ്മയുടെ ഈ കരച്ചിൽ സമ്മതമാണ്. ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞു വേണോ അതോ ഈ കുടുംബം വേണോ? ഊർമിളെ തോന്നിവാസം പറയരുത്. നീ എന്തിനാ അവരിവിടുന്ന് ഓടിക്കാൻ നോക്കുന്നത്? വേണ്ടി വന്ന ആ കുഞ്ഞിന് വേണ്ടി പ്രാണം ത്യജിക്കാൻ വരെ നമ്മൾ തയ്യാറായിരിക്കണം. എന്നിട്ട് തന്നെ കൊല്ലാൻ പറയുന്നു. എന്ത് മനസ്സാ നിന്റേത്? എന്നുവെച്ചാ അമ്മയ്ക്ക് മനസ്സിലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഉണ്ട്. പക്ഷെ ആ മനസ്സിൽ ഭീതി ഉണ്ടാക്കിയത് നിങ്ങളാ. നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞു. ശാപത്തിന്റെ പേരിൽ ബലിയാടാവാൻ ഇവിടെ ഞങ്ങൾ ആരും തയ്യാറല്ല. രണ്ടിലൊന്ന് തീരുമാനിച്ചു ദേവാ. ഞങ്ങൾക്കൊരു തീരുമാനം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞ് വേണം. ആ ജീവൻ ഈ കുടുംബത്തിന്റെ ഒരു അംശമാണ്. ഈ കുടുംബത്തിലുള്ള ഒരാൾക്കും ഒന്നും സംഭവിക്കില്ല എന്ന് ഞാൻ വാക്ക് തരാം. ഈ കുടുംബത്തെ മുഴുവൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഞാൻ എൻ്റെ അച്ഛന് വാക്ക് കൊടുത്തതാ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകൂല, എൻ്റെ കുഞ്ഞിനെയും വിട്ടുതരില്ല. ദേവേട്ടാ, അവരെല്ലാവരും ഇപ്പോഴും നമ്മുടെ അന്ത്യം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരാ. അതുകൊണ്ട് അവരിങ്ങനെ ചിന്തിച്ചതിൽ എനിക്ക് അത്ഭുതമില്ല. പക്ഷെ എൻ്റെ അമ്മ അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതെനിക്ക് താങ്ങാനാവുന്നില്ല വൈദേഹി.
അങ്ങനെ ചിന്തിച്ചത് തെറ്റ് തന്നെയാ. പക്ഷെ അമ്മ അങ്ങനെ ചിന്തിച്ചത് മറ്റുള്ളവരെ പോലെ നമ്മളോടുള്ള വിദ്വേഷം കൊണ്ടല്ല, ദേവേട്ടന് വല്ലതും പറ്റൂന്നുള്ള പേടി കൊണ്ട്. എന്തൊക്കെയാണെങ്കിലും ദേവേട്ടന്റെ അമ്മയല്ലേ. എനിക്കെന്ത് പറ്റാനാ വൈദേഹി? എന്റെ കുഞ്ഞ് എന്റെ ജീവൻ എടുക്കുന്ന ആര് പറഞ്ഞാലും അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂ? വിശ്വസിച്ചതല്ല ദേവേട്ട, പറഞ്ഞവര് വിശ്വസിപ്പിച്ചതാ. ഒരു കളവ് തന്നെ 100 വട്ടം സത്യം എന്ന് പറയുമ്പോ അത് സത്യമാണെന്ന് വിശ്വസിച്ചു പോവും. എന്ന് കരുതി അതാരാ പറയുന്നെന്തെങ്കിലും ചിന്തിക്കണ്ടേ അമ്മ? ഏട്ടത്തിയുടെ സ്വഭാവം എന്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണല്ലോ. എന്നിട്ടും അമ്മ ചിന്തിക്കാൻ ഞാൻ ചിന്തിക്കാനുള്ള സമയം പോലും അമ്മയ്ക്ക് കിട്ടിക്കാണില്ല. ഓരോ ക്ഷണവും എന്റെ കുഞ്ഞിനെ പഴി പറയാൻ മാത്രമേ അവർക്ക് നേരുള്ളൂ ദേവേട്ട. അച്ഛന്റെ അമ്മയുടെ അപകട മരണത്തിനും പിന്നീടുണ്ടായ സംഭവങ്ങൾക്കും ഒക്കെ നമ്മുടെ കുഞ്ഞ കാരണമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവും. കുറെ പറഞ്ഞപ്പോ അമ്മയും വിശ്വസിച്ചു പോയി കാണും. ദേവേട്ടന് വല്ലതും പറ്റുമെന്ന് പേടിച്ചു പോയതാവും. ആ പേടി കൊണ്ട മറ്റൊന്നും ചിന്തിക്കാതെ അമ്മ ഇങ്ങനൊരു തീരുമാനം എടുത്ത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി വൈദേഹി, നമ്മുടെ കുഞ്ഞ് ഈ വീട്ടിലൊട്ടും സേഫ് അല്ല. ആപത്ത് ഏത് സൈഡിൽ നിന്നും ഏത് സമയത്തും വന്നെന്നിരിക്കും. എന്റെ അമ്മ പോലും ഇങ്ങനെ ഒരു കാര്യം ചെയ്തെങ്കിൽ ഇനി ആരെ ഞാൻ വിശ്വസിക്കുക? എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും അല്ലാതെ ഇവിടെ മറ്റാരെയും നമുക്ക് വിശ്വസിക്കാനാവില്ല വൈദേഹി. ഓരോ നിമിഷവും നമ്മുടെ കുഞ്ഞിന് വല്ലതും പറ്റുമെന്ന് പേടിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. എനിക്ക് പേടിയൊന്നുമില്ല ദേവേട്ട. ഞാൻ ദേവേട്ടനോടത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദേവേട്ട. നമ്മുടെ കുഞ്ഞിന് അവളെ സ്വയം രക്ഷിക്കാൻ അറിയാം. നമ്മളെയും അവള് തന്നെ രക്ഷിക്കുന്ന. കുറച്ചു മുന്നേ ദേവേട്ടൻ വന്ന് ആ മരുന്ന് പിടിച്ചു വാങ്ങിച്ചില്ലേ, അതിന് കുറച്ചു നേരം മുന്നേ അവൾ എന്നോട് സംസാരിച്ചു. അമ്മേ, എന്നെ കൊല്ലാൻ പോവാ അമ്മേ, എന്നെ രക്ഷിക്കുന്ന എന്റെ മോൾ എന്നോട് പറഞ്ഞിരുന്നു ദേവേട്ട. ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണോ നമ്മുടെ ഭാഗ്യാണോ എന്നറിയില്ല. ഇവിടെ നടക്കുന്ന ഓരോ ഗൂഢാലോചനയും നമ്മുടെ കുഞ്ഞിന് നേരത്തെ തന്നെ അറിയാൻ കഴിയുന്നുണ്ട്. വൈദേഹി, ഇത് സത്യാണ് ദേവേട്ട. ദേവേട്ട ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കുക. പിന്നെ എങ്ങനെയാ നടക്കാനിരിക്കുന്ന ആപത്തിനെ കുറിച്ച് എനിക്ക് മാത്രം മുൻകൂട്ടി അറിയാൻ കഴിയുന്നത്? എന്റെ ഭർത്താവിനെയും എന്റെ കുഞ്ഞിനെയും രക്ഷിക്കണമെങ്കിൽ ദേവേട്ടൻ വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല. വേണ്ട ദേവേട്ട. ദേവേട്ട, ദേവേട്ട, നമ്മുടെ കുഞ്ഞിന് എന്തോ സംഭവിക്കാൻ പോവാ. കൊല്ലാൻ നോക്കുന്നെന്ന് അവള് പറഞ്ഞത്. നമ്മുടെ കുഞ്ഞുള്ളപ്പോ അവരുടെ ഒരു കുതന്ത്രവും ഫലിക്കില്ല. അതെനിക്ക് ഉറപ്പാ ദേവേട്ട. ദേവേട്ടനും അത് വിശ്വസിക്കണം. നിന്റെ വിശ്വാസങ്ങൾ നിന്നെ രക്ഷിക്കട്ടെ വൈദേഹി. ആ വിശ്വാസം നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കുന്നത്. നീ ഈ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ ശരിക്കും അത് ദൈവാനുഗ്രഹം തന്നെയാ. അപ്പൊ നമ്മളല്ലേ വൈദേഹി ലോകത്ത് ഏറ്റവും ഭാഗ്യം ചെയ്തവര്. ശരിയാ ദേവേട്ട, നമ്മള് ഭാഗ്യം ചെയ്തവരാ. നമ്മുടെ കുഞ്ഞ് നേരത്തെ എന്നോട് പറയാതിരുന്നിരുന്നെങ്കിൽ ഈ സമയം എന്തൊക്കെ അപകടങ്ങൾ ഇവിടെ സംഭവിച്ചേനെ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇതിനെല്ലാം നമ്മുടെ കുഞ്ഞിനെ എല്ലാവരും കൂടി പഴിച്ചേനെ. കുഞ്ഞിനെ നമുക്ക് ജീവനോടെ കിട്ടില്ലായിരുന്നു. നമ്മൾ ഭാഗ്യം ചെയ്തവരാ ദേവേട്ട.
വൈദേഹി, നീ കിടന്നുറങ്ങിക്കോ. അതെന്താ ദേവേട്ടൻ ഉറങ്ങുന്നില്ലേ? ആ, ഉം. ഛേ, ആ ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ ചെയ്തപ്പോ എല്ലാം കഴിഞ്ഞെന്ന് കരുതി ഞാൻ സന്തോഷിച്ചതായിരുന്നു. എല്ലാം തകിടം മറിഞ്ഞു. ഇവിടെയും നല്ലൊരു കാര്യം നടന്നിട്ടുണ്ട് ചെറിയമ്മേ. ഈ വീട്ടിലെ മരണങ്ങൾക്കെല്ലാം കാരണം ആ കുഞ്ഞാണെന്ന് അമ്മ വിശ്വസിച്ചില്ലേ? അത് മതി എനിക്ക്. കുടുംബത്തിന്റെ നാഥ നമ്മുടെ കൂടെയുള്ളപ്പോ നമുക്കിനി ഒരു തടസ്സവും ഉണ്ടാവില്ല. എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആ കുഞ്ഞിനെ കൊന്നാൽ പോലും ആരും നമ്മളോട് ചോദിക്കില്ല. നിങ്ങളുടെ സ്വഭാവം ഒരിക്കലും നന്നാവില്ല. ദൈവം ആ കുഞ്ഞിന്റെ കൂടെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? നിങ്ങൾക്കൊന്നും ആ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ വന്നോ? കിട്ടിയോടാ? ആ, അമ്മ പറഞ്ഞ സാമ്പ്രാണിപ്പൊടി കിട്ടി. ഇതാ. ഈ സാമ്പ്രാണിപ്പൊടി കൊണ്ട് കാര്യം നടക്കുവോ ചെറിയമ്മേ? അതിനെന്താ സംശയം? ദേവനിപ്പോ ആരെയും വിശ്വസിക്കില്ല. വൈദേഹി കുളിച്ചു വന്നതിന് ശേഷം വൈദേഹിയുടെ മുടിക്ക് ദേവന സാമ്പ്രാണിപ്പുക ഇട്ടു കൊടുക്ക. ഇത് സാമ്പ്രാണിപ്പൊടിയൊന്നുമല്ല. ഇതിന്റെ പുക ശ്വാസകോശത്തിൽ എത്തിയ അത് ശരീരത്തിലുള്ളിടത്തോളം അവള് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലെത്തും. മനുഷ്യന്റെ സ്വഭാവം പിന്നെ കുരങ്ങനെ പോലെ മാറും. സാധാരണ ഒരു കുരങ്ങിനെ സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഭ്രാന്ത് പിടിച്ച കുരങ്ങിനെ എങ്ങനെ സഹിക്കുക? ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ തന്നെ നമ്മളെ മാതി പറിക്കാൻ വേണ്ടി ഇരിക്കുക. ഇനി ഇതും കൂടി ആയ പിന്നെ പറയാനുണ്ടോ അമ്മേ? അതിന് നമ്മളെ കിട്ടിയിട്ട് വേണ്ടേ? സ്വന്തം മുടി സ്വയം വലിച്ചു പറിച്ച് സ്വന്തം ദേഹം മാന്തി കീറി വയറ്റിക്കിടക്കുന്ന കുഞ്ഞിനെ അവള് തന്നെ കൊന്നു കളഞ്ഞോളും. അമ്പലത്തി കാളയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഇതും നമ്മുടെ നേരെ റിവേഴ്സ് ആവില്ലല്ലോ. അമ്പലത്തിൽ വെച്ച് ആ ഷോൾ എന്റെ മേത്തേക്ക് വീണതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചേ? ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ദേവൻ വൈദേഹിയെ സാമ്പ്രാണിപ്പൊക കൊള്ളിക്കാൻ പോകുമ്പോ അതിൽ ഇതും കൂടി അങ്ങ് ചേർത്താ മതി. നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും. എന്നാ എത്രയും പെട്ടെന്ന് ഈ സാമ്പ്രാണി ദേവന്റെ മുറിയിൽ കൊണ്ടുവെക്കണം അല്ലേ വരണേ? ഏയ്, നീ എന്തിനാ എന്നെ നോക്കുന്നേ? ഞാൻ അവന്റെ മുറിയിലെങ്ങാനും കേറുന്നത് ദേവൻ കണ്ട അത് മതി അവനെ സംശയിക്കാൻ. ഇത്രയും പ്രധാനപ്പെട്ട കാര്യം നിന്നെ ഞാൻ ഏൽപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തലതിരിഞ്ഞ ബുദ്ധിയല്ലേ നിന്റേത്. എല്ലാം കുളവാക്കുമെന്ന് എനിക്കുറപ്പാ ചെറിയമ്മേ. ആരും സംശയിക്കാത്ത രീതിയിൽ ഞാൻ തന്നെ ഈ സാമ്പ്രാണിപ്പൊടി ദേവന്റെ മുറിയിൽ കൊണ്ടുവച്ചോളാം. നിന്റെ കഷ്ടകാലം തുടങ്ങി ഊർമിളെ. മരുമോടല്ലേ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. നിനക്ക് മാറാൻ പറ്റില്ല എന്ന് മനസ്സിലായി. നിന്നെയും നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരെയും നല്ലൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. സൂക്ഷിച്ചു വേണം കേട്ടോ. അതോർത്ത് ചെറിയ മോട്ടും പേടിക്കണമെന്നില്ല. ആരുടെ കണ്ണിൽ പൊടിയിടണമെന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. കുഞ്ഞാവേ, കുഞ്ഞാവേ, ആ പിശാചുക്കള് അവരുടെ അടുത്ത പദ്ധതിയായി നിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് മോളെ. എങ്ങനെയെങ്കിലും അവര് നിന്നെ കൊന്നുകളയാൻ തീരുമാനിച്ചിരിക്കുക. ഇപ്പൊ ഏതോ സാമ്പ്രാണിപ്പൊടി കൊണ്ടാ വരുന്നേ. ഇത് നിന്റെ അമ്മയോടൊന്ന് പറഞ്ഞു കൊടുക്കും മോളെ. വീണ്ടും ഇങ്ങനെ ഒരു പദ്ധതിയായി വരാൻ അവര് പേടിക്കുന്ന പോലെ എന്തെങ്കിലും ചെയ്യാൻ പറ. അമ്മയോട് കാര്യം പറഞ്ഞു കൊടുക്കും മോളെ. അയ്യോ, ദേവൻ എവിടെ പോയിരിക്കുക? ഇപ്പൊ ഊർമിള ഇങ്ങോട്ട് വരും സാമ്പ്രാണിപ്പൊടി മാറ്റിവെക്കാൻ. വൈദേഹി ഉറങ്ങാണല്ലോ. ഈ ദേവൻ എവിടെ പോയിരിക്കുക? കുഞ്ഞുവാവേ, നിന്റെ അമ്മയോടൊന്ന് എഴുന്നേക്കാൻ പറ. ഓരോ നിമിഷവും സൂക്ഷിച്ചിരിക്കാൻ പറ മോളെ. മോളൂട്ടി ഒന്ന് എഴുന്നേക്ക്.
എഴുന്നേൽപ്പിക്ക്, നിന്റെ അമ്മയൊന്ന് വേഗം എഴുന്നേൽപ്പിക്കും മോളെ. ദേവേട്ടൻ ഇതെവിടെ പോയി? ദേവേട്ടാ, ഇവിടെ വന്ന് എന്ത് ചെയ്യുക? നീ അങ്ങോട്ട് നോക്ക്. ആ വീട്ടുകാരുടെ കുഞ്ഞിന്റെ ആദ്യത്തെ ബർത്ത്ഡേയാ. എന്ത് ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നേ. നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ ആദ്യത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുമായിരിക്കുമല്ലേ വൈദേഹി? തീർച്ചയായും നടക്കും ദേവേട്ടാ. ദേവേട്ടൻ എന്തിനാ അങ്ങനെ സംശയിക്കുന്നേ? നമ്മുടെ കുഞ്ഞിനോടുള്ള വെറുപ്പ് എല്ലാവരുടെ മനസ്സിൽ നിന്നും മാറും. ശാപമാണെന്ന് കരുതുന്നവരെല്ലാവരും നമ്മുടെ കുഞ്ഞാണ് അവരുടെ ഭാഗ്യമെന്ന് കരുതും. മോളുടെ പിറന്നാള് ഉത്സവം പോലെ നടത്തും. അങ്ങനെ ഒരു നാളുണ്ടാവാനാ മനസ്സ് കൊതിക്കുന്നേ. ആ വൈദേഹി, നീ പാല് കുടിക്കാതെ കിടന്നുറങ്ങിയത്. ഞാൻ ആ പാലിപ്പെടുത്തോണ്ട് വരാം. സാരല്ലേ ദേവേട്ടാ, ഒരു നേരം കുടിച്ചില്ലാന്ന് വെച്ചപ്പോ എന്താ? നമ്മുടെ കുഞ്ഞിന് പാല് വേണമെങ്കിലോ? അമ്മേ, അമ്മേ, അമ്മേ. എന്താ മോളെ, പറ, വല്ല പ്രശ്നമുണ്ടോ? ഇപ്പഴാ ഞങ്ങൾ നിന്നെ കുറിച്ച് സംസാരിച്ചത്. നീ അതെല്ലാം കേട്ടായിരുന്നോ? ആ വീട്ടുകാരവരുടെ കുഞ്ഞിന്റെ 1ാമത്തെ പിറന്നാൾ ആഘോഷിക്കുക. നിന്റെ പിറന്നാളും ഇതുപോലെ തന്നെ നടത്താൻ ഞങ്ങൾക്ക് കൊതിയാവോ മോളെ? എന്റെ പിറന്നാൾ ആഘോഷിക്കണമെങ്കിൽ ഞാൻ ജനിക്കണ്ടേ അമ്മേ? മോളെ, എന്താ നീ പറയുന്നത്? വീണ്ടും വല്ല പ്രശ്നമുണ്ടോ? അമ്മേ, എന്നെ കൊല്ലാൻ വേണ്ടി അവര് വീണ്ടും ഒരു ശ്രമം നടത്തുന്നുണ്ട്. നാളെ പുകയിടാൻ പോവാത്ര. അമ്മയുടെ കൈ കൊണ്ട് തന്നെ എന്നെ കൊല്ലിക്കാനാ തീരുമാനിച്ചിരിക്കുന്നെ. പുകയോ? എന്ത് പുക? അമ്മേ, സാമ്പ്രാണി പുക അമ്മേ. അമ്മ കുളിച്ചു വന്ന ഉടനെ അച്ഛൻ സാമ്പ്രാണി പുക ഇട്ട് തരാറില്ലേ? ആ സാമ്പ്രാണി പുകയിൽ അവരെന്തോ കലർത്തിയിട്ടുണ്ട്. സത്യാണോ മോളെ ഇത്? ഞങ്ങളെ കൊണ്ട് തന്നെ നിന്നെ കൊല്ലിക്കാൻ ശ്രമിക്കുന്നോ? ദേവേട്ടാ, ദേവേട്ടാ, എന്തു പറ്റി വൈദേഹി? ദേവേട്ടൻ പറഞ്ഞതുപോലെ വീണ്ടും ഒരു ആപത്ത് നമ്മളെ തേടി വരുന്നുണ്ട് ദേവേട്ടാ. എന്നെ കൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞിനെ കൊല്ലിക്കാൻ അവരുടെ ശ്രമം. നീ എന്തൊക്കെയാ വൈദേഹി പറയുന്നേ? അതെ ദേവേട്ടാ, ഇപ്പഴാ നമ്മുടെ വാവ എന്നോട് പറഞ്ഞത് സാമ്പ്രാണി പുക കൊണ്ട് എന്തോ ചെയ്യാൻ പോവാന്ന്. സാമ്പ്രാണി പുക കൊണ്ട് എന്ത് ചെയ്യാനാ വൈദേഹി? അറിയില്ല ദേവേട്ടാ. ദേവേട്ടൻ വേണമെങ്കിൽ വാവയോട് ചോദിച്ചു നോക്ക്. വാവേ, വാവ അച്ഛനോട് കാര്യം പറ. ആപത്ത് എങ്ങനെയാ വരാൻ പോന്നെന്ന് പറ. പറ മോളെ, പറ. നീ ഇപ്പൊ എന്നോട് പറഞ്ഞതല്ലേ ഉള്ളൂ, അത് നിന്റെ അച്ഛനോട് കൂടി പറ. പറ മോളെ. സത്യമായിട്ടും വാവ എന്നോട് സംസാരിച്ചു. നമ്മള് കുറെ കൂടി സൂക്ഷിക്കണം ദേവേട്ടാ. ആയിക്കോട്ടെ വൈദേഹി, അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഈ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ആദ്യം നീ പാല് കുടിക്കേ. ശരി ദേവേട്ടാ, ഞാൻ ഇന്ദുമ്മയുടെ മുറി കിടന്നോളാം. ശരി, പാല് കുടിച്ചിട്ട് പോയി കിടന്നു. ഉം. കുഞ്ഞ് സംസാരിക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നതായിരിക്കും. വൈദേഹിയുടെ മനസ്സിലെന്തോ പേടി കയറിയിട്ടുണ്ട്. ഇതെവിടെ ചെന്ന് അവസാനിക്കുവാവോ? അവളെ ഇതുവരെയായിട്ടും കാണുന്നില്ലല്ലോ. ആരും ഇല്ലാത്ത സമയത്തല്ലേ അവൾക്ക് അകത്തേക്ക് കിടക്കാൻ പറ്റൂ. കുറച്ചു നേരം കൂടി ക്ഷമിക്കേ. അവളത് മാറ്റിയാ മതിയായിരുന്നു. പിടിക്കപ്പെട്ട നമ്മളെല്ലാവരും അതോടെ തീരും. ആര്? ഊർമിളയോ? കളവ് കാണിക്കാൻ ഊർമിളയ്ക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അത്ര സാമർഥ്യമാ. അമ്മ അതോർത്ത് വിഷമിക്കണ്ട.
ധൈര്യമായിട്ടിരിക്കെ. അവളുടെ ആ കൊള്ളരുതാത്തവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുന്നേ. ഭർത്താവല്ലേ അമ്മേ, സഹിച്ചല്ലേ പറ്റൂ. ഊർമിളേ, ഊർമിളേ. എന്തു പറ്റിയാ ചേട്ടാ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ടാബ്ലറ്റ്സ് കഴിച്ചില്ല ദേവ. ഇപ്പൊ വരാന്ന് പറഞ്ഞ് ഊർമിള നിന്റെ റൂമിലേക്ക് പോകുന്നത് കണ്ടു. ചിലപ്പോ വൈദേഹിയായിട്ട് സംസാരിക്കുമായിരിക്കും. ആ ശരി ചേട്ടാ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ടാബ്ലറ്റ്സ് കഴിച്ചില്ല ദേവ. ഇപ്പൊ വരാന്ന് പറഞ്ഞ് ഊർമിള നിന്റെ റൂമിലേക്ക് പോകുന്നത് കണ്ടു. ചിലപ്പോ വൈദേഹിയായിട്ട് സംസാരിക്കുമായിരിക്കും. വൈദേഹിയുടെ അടുത്ത് എന്ത് സംസാരിക്കാനാ? അവര് തമ്മിൽ ചേരുകയില്ല. അപ്പൊ അതായിരിക്കില്ല കാര്യം. അല്ലെങ്കിൽ തന്നെ വൈദേഹി ഇപ്പൊ റൂമിലില്ലല്ലോ. ദേവേട്ടൻ പറഞ്ഞതുപോലെ വീണ്ടും രാപത്ത് നമ്മളെ തേടി വരുന്നുണ്ട് ദേവേട്ട. എന്നെ കൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞിനെ കൊല്ലിക്കാൻ അവരുടെ ശ്രമം. ഇപ്പഴാ നമ്മുടെ വാവ എന്നോട് പറഞ്ഞത് സാമ്പ്രാണി പുക കൊണ്ട് എന്തോ ചെയ്യാൻ പോവാന്ന്. വൈദേഹി, കാര്യം കഴിഞ്ഞു ഊർമിളെ. ഊർമിള വിചാരിച്ച അത് നടത്തിയിരിക്കും. വൈദേഹി ഉപയോഗിക്കുന്ന സാമ്പ്രാണി ഞാനെടുത്തു മാറ്റി. നിങ്ങൾ കൊണ്ടുവന്നത് അവിടെ വെക്കുകയും ചെയ്തു. കണ്ട വ്യത്യാസം അറിയില്ല, അതുകൊണ്ട് സംശയവും ഉണ്ടാവില്ല. വൈദേഹി കുളിക്കാൻ പോയിരിക്കുക. കുളിച്ച് പുറത്തിറങ്ങുമ്പോ ഭർത്താവ് സാമ്പ്രാണി പുകയിട്ട് കൊടുക്കും. പ്രാന്ത് പിടിച്ച പട്ടിയെ പോലെ വയറ്റ് തടിച്ച് അവൾ ആ കുഞ്ഞിനെ കൊല്ലും. നോക്കിക്കോ.